അപ്പോൾ ലേറ്റസ്റ്റ് പ്രൊമോയിൽ കണ്ടത് ഒരു അടിപൊളി പ്രൊമോ ആണ് കേട്ടോ. ഇന്ന് ജാസ്മിൻ നന്ദന ശരിക്കും ഒരു അസൽ അടി നമുക്കത് പ്രതീക്ഷിക്കാം. സംഗതി എന്താണെന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ എന്താണോ ആഗ്രഹിച്ചത് അത് ഇന്ന് നന്ദന കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ നന്ദനയ്ക്കൊപ്പമാണ്. നന്ദന കുറച്ചൊക്കെ ഓവർ സ്മാർട്ടാണ്, അല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ വിഷയത്തിൽ ഇതുവരെ ജാസ്മിനെതിരെ വീട്ടിൽ ആരും ഇതുപോലെ പ്രതികരിച്ചിട്ടില്ല. അതുപോലത്തെ ഒരു പ്രതികരണമാണ് നന്ദനയുടെ കയ്യിൽ നിന്നുള്ളത്. നമ്മൾ സായിയെ കുറിച്ചൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചു, പക്ഷെ ഈ നിമിഷം വരെ സായി കൃഷ്ണൻ അതുപോലെ അല്ലായിരുന്നു. ഇനി എങ്ങനെയെന്നുള്ളത് നമുക്കത് അറിയില്ല. സോ അപ്പൊ എന്താണെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഡിബേറ്റ് ടാസ്ക് ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ ആക്ടിവിറ്റി ഏരിയയിലാണ് നന്ദന പോയി ജാസ്മിനെ ഹഗ് ചെയ്യുന്നുണ്ട്. അതെന്തോ ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രതികരിക്കുന്നുമുണ്ട്. അത് നമുക്ക് എന്താണെന്ന് അറിയില്ല. സംഭവം പ്രമോ ആയതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ ക്ലാരിറ്റി കിട്ടില്ല. നമുക്ക് ലൈവ് എപ്പിസോഡ് കണ്ടാലേ പറയാനും പറ്റുള്ളൂ. അപ്പൊ തിരിച്ച് നന്ദന പ്രതികരിക്കുന്നത്, എന്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടില്ലേ, എന്താണ് ഗബ്രി ചട്ടം കെട്ടിപ്പിടിക്കുമ്പോൾ മാത്രമേ ഇഷ്ടപ്പെട്ടുള്ളൂ എന്നൊരു ചോദ്യം അങ്ങോട്ട് ഇടുന്നുണ്ട്. അതോടെ ടെമ്പർ തെറ്റി ജാസ്മിന്റെ. നീ എന്താ പറഞ്ഞ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഗബ്രി കെട്ടിപ്പിടിക്കുന്നത് മാത്രമേ ഇഷ്ടമുള്ളൂ, മറ്റുള്ളവർ കെട്ടിപ്പിടിക്കുന്നത് ഇഷ്ടമല്ലേ എന്നാണ് ഞാൻ ചോദിച്ചത് എന്ന് വീണ്ടും തിരിച്ചടിക്കുന്നുണ്ട്. അതോടെ പോയി ജാസ്മിന്റെ. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നന്ദന പറയും എന്നുള്ളതും പ്രതീക്ഷിച്ചില്ല. വന്നപ്പോൾ മുതൽ ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ട് എല്ലാവരും ഇമോഷണലി അല്ലാതെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതെല്ലാം ഇന്നലെ മുതൽ ജാസ്മിൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. പക്ഷെ ഇത് നേർക്ക് നേരെ വന്നതോടുകൂടി ആകെ എന്താ പറയുക, കയ്യിന്ന് പോയ പോലെ ടെമ്പർ തെറ്റി നിൽക്കേണ്ട ജാസ്മിൻ. അപ്പൊ ഇന്ന് അടിയുടെ പൊടി പൂരം തന്നെ നമുക്ക് കാണാം. ഒട്ടും ഇഞ്ചോടിഞ്ച് നന്ദനെ വിട്ടുകൊടുക്കുന്നില്ല. നന്ദനെ ലക്ഷ്യമിട്ട് തന്നെ വന്നതാണ് ജാസ്മിൻ ഗബ്രി ഈ അവരുടെ കൂട്ടുകെട്ടിനെ പിരിച്ച് പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുന്നുള്ളത് പറഞ്ഞിട്ട് തന്നെയാണ് വന്നിട്ടുള്ളതും. സോ അപ്പൊ നമുക്ക് അവരുടെ ഗെയിം എങ്ങനെയാണെന്ന് നമുക്ക് ലൈവ് കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.